ഏറ്റവും കൂടുതൽ GST ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളുമായി അത് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ GST ഇന്ത്യയിലാണ്. 2, GST കൊണ്ട് സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ നടക്കുന്ന ഇൻഫോർമൽ സെക്ടറിൻ്റെ തകർച്ചയാണ്. അവർ പിന്നെ വേജ് ലേബറായി മാറും. ഇതൊരു റിഗ്രസീവ് ടാക്സാണ്, ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സാണ്, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ടാക്സ് അല്ല. ഇത് എല്ലാവരും ഒരുപോലെ കൊടുക്കുന്ന ഒരു ടാക്സാണ്. ഇതിനകത്തൊരു പ്രോഗ്രസീവ് സ്വഭാവമുള്ള ടാക്സ് അല്ല. 3, ഇതുകൊണ്ട് പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ബാധിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണല്ലോ. അവരുടെ ഒന്നാമതായി തന്നെ നമ്മുടെ ഫുഡ് ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണ്. മറ്റ് പല രാഷ്ട്രങ്ങളിലും ഈ ഗ്ലോബൽ ഇൻഡെക്സിൽ നമ്മുടെ ഇന്ന് ഓപ്പോസിറ്റാണ്, റിവേഴ്സാണ് ഫുഡ് ഇൻഫ്ലേഷൻ. അതേസമയം നമ്മുടെ ഇൻഫ്ലേഷൻ ഏകദേശം 9% ഗ്ലോബലായിട്ട് അത് -10% ആണ്.